Dear students, next നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എലമെന്റ്സ് ഓഫ് കോസ്റ്റ്. കോസ്റ്റിന്റെ എന്തെല്ലാം എലമെന്റ്സ് ഉണ്ടെന്നാണ്. അപ്പോൾ യൂഷ്വലി ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മെയിൻലി കോസ്റ്റിൽ വരുന്ന എലമെന്റ്സ് എന്ന് പറയുന്നത് മെറ്റീരിയൽ കോസ്റ്റും ലേബർ കോസ്റ്റ് എക്സ്പെൻസസും ആണ്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് എലമെന്റ്സ് ഓഫ് കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കോസ്റ്റിന് ദാറ്റ് ഈസ് ഒരു പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുമ്പോൾ അതിൻ്റെ കോസ്റ്റിൻ്റെ മെയിൻ എലമെന്റ്സ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് മൂന്നായിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. 3 എലമെന്റ്സ് ഉണ്ട് കോസ്റ്റിന്. അതിൽ ഫസ്റ്റ് വൺ പറയുന്നത് മെറ്റീരിയൽ കോസ്റ്റ്, സെക്കൻഡ് വൺ ലേബർ കോസ്റ്റ്, തേർഡ് വൺ പറയുന്നത് എക്സ്പെൻസസ്. അപ്പോൾ ഇത് മൂന്നും കൂടെ ടോട്ടൽ ചെയ്യുമ്പോഴാണ് ഒരു പ്രൊഡക്റ്റ് ടോട്ടൽ കോസ്റ്റ് വരുന്നത്. ഓക്കെ, ഇനി മെറ്റീരിയൽ പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഈസ് മീൻ ബൈ മെറ്റീരിയൽ കോസ്റ്റ്? ദാറ്റ് ഈസ് ഒരു പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടി വരുന്ന മാറ്റർ അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുന്നത് എന്തെങ്കിലും സബ്സ്റ്റൻസ്, എന്തെങ്കിലും ഒരു തിങ്സിനെയാണ് അല്ലെങ്കിൽ റോ മെറ്റീരിയൽസിനാണ് നമ്മൾ എന്ത് പറയുന്നത് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മെറ്റീരിയൽസിനെയാണ് പ്രോസസ്സ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് ഫിനിഷ് പ്രൊഡക്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു പ്രൊഡക്റ്റിന്റെ ടോട്ടൽ കോസ്റ്റിൽ ഏറ്റവും മേജർ കോസ്റ്റ് എന്ന് പറയുന്നത് മെറ്റീരിയൽ കോസ്റ്റ് ആയിരിക്കും. ഓക്കെ, ഇനി ഈ മെറ്റീരിയൽ കോസ്റ്റ് നമ്മൾ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്, ഡയറക്റ്റ് മെറ്റീരിയലും ഇൻഡയറക്റ്റ് മെറ്റീരിയലും. എന്താ ഈ ഡയറക്റ്റ് മെറ്റീരിയൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൊഡക്റ്റിൽ നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാവുന്ന മെറ്റീരിയൽ കോസ്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഡയറക്റ്റ് മെറ്റീരിയൽ. ദാറ്റ് ഈസ് ഈസിലി ഐഡന്റിഫയബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസിനാണ് ഡയറക്റ്റ് മെറ്റീരിയൽ എന്നും. അത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്തത്, ട്രേസ് ഔട്ട് ചെയ്യാൻ പറ്റാത്തത്, കൺവീനിയൻ്റ്ലി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്ത മെറ്റീരിയൽസിനെയാണ് ഇൻഡയറക്റ്റ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ക്ലോത്ത് മാനുഫാക്ചറിങ് ആണെന്ന് വെക്കുക. അപ്പോൾ ഒരു ഷർട്ട് മാനുഫാക്ചറിങ് അല്ലെങ്കിൽ ഒരു ഷർട്ട് മാനുഫാക്ചർ ചെയ്യണം, ഒരു ഷർട്ട് നമ്മൾ എന്ത് ചെയ്യണം പ്രൊഡ്യൂസ് ചെയ്യാന്ന് വെക്കാം. അപ്പോൾ ഈ ഷർട്ടിൽ നമുക്ക് മെയിൻലി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാവുന്ന മെറ്റീരിയൽ ദാറ്റ് ഈസ് അതിന്റെ ക്ലോത്ത് അല്ലെ. ആ ക്ലോത്ത് മെറ്റീരിയൽസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും അല്ലെ. ഇപ്പൊ നമ്മൾ പറയാറുണ്ട് ഒരു ഷർട്ടിന്റെ വാല്യൂ 500 rupees ആണെങ്കിൽ ആ 500 rupees വാല്യൂ ഉള്ള ക്ലോത്ത് ദാറ്റ് ഈസ് ഷർട്ടിന് അതിന്റെ മെറ്റീരിയൽസ് ദാറ്റ് ഈസ് ക്ലോത്തിന്റെ കോസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതിനുള്ള ദാറ്റ് ഈസ് ഒരു ഷർട്ടിന്റെ റോ മെറ്റീരിയൽസ് പറയുന്നതാണ് എന്ത് ക്ലോത്ത് എന്ന് പറയുന്നത് ഇല്ല, തുണി. ആ തുണിന്റെ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ആ തുണിയാണ് നമ്മൾ എന്ത് പറയുന്നത് റോ മെറ്റീരിയൽസ് അല്ലെങ്കിൽ ഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. ഇനി ഈ ഷർട്ടില് ക്ലോത്ത് മാത്രം ഉണ്ടെങ്കിൽ ഷർട്ട് ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആവോ? അല്ല. ഈ ക്ലോത്ത് അല്ലാതെ വേറെയും കുറെ സാധനങ്ങൾ ആവശ്യമുണ്ട് ഒരു ഷർട്ടായിട്ട് ഫിനിഷ് പ്രൊഡക്റ്റ് ആയിട്ട് മാറാം. ഫോർ എക്സാമ്പിൾ ത്രെഡ് അല്ലെ, ത്രെഡ് ഉണ്ടെങ്കിലല്ലേ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ ബട്ടൺസ് ഒക്കെ ഉണ്ടെങ്കിലല്ലേ ക്ലോത്ത് ഫിനിഷ് പ്രൊഡക്റ്റ് ആവുള്ളൂ. അതേസമയം ഈ ക്ലോത്തിലേക്ക് വേണ്ടി ദാറ്റ് ഈസ് ഈ ഷർട്ടിലേക്ക് വരുന്ന മേജർ കോസ്റ്റ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ആ ക്ലോത്ത് ആണ്. അപ്പൊ ക്ലോത്ത് വന്നിട്ട് എന്താണ് ഡയറക്റ്റ് മെറ്റീരിയൽ ആണ്. അതേസമയം ആ ക്ലോത്ത് ഫിനിഷ് പ്രൊഡക്റ്റ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ള ത്രെഡ് വെരി മൈന്യൂട്ട് കോസ്റ്റ് ആണ്. അതേസമയം നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനും പറ്റില്ല, ഈസിലി നോട്ടീസബിൾ ചെയ്യാൻ പറ്റുമോ പറ്റില്ല. അപ്പൊ അതിനെയാണ് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഒരു മെറ്റീരിയൽ കോസ്റ്റിനെ മെയിൻലി രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്, ഡയറക്റ്റ് മെറ്റീരിയലും അതേപോലെ ഇൻഡയറക്റ്റ് മെറ്റീരിയലും. ദാറ്റ് ഈസ് നമുക്ക് ഒരു പ്രൊഡക്റ്റ് ഈസിലി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത് ദാറ്റ് ഈസ് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റാവുന്ന കോസ്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ്. നമ്മളൊരു പ്രൊഡക്റ്റിലെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്തത് ദാറ്റ് ഈസ് ഈസിലി നോട്ടീസബിൾ ആവാത്ത കോസ്റ്റിനെയാണ് മെറ്റീരിയൽ കോസ്റ്റിനെയാണ് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഷർട്ടിന്റെ കേസ് ആകുമ്പോൾ അതിന്റെ ക്ലോത്ത് വന്നിട്ട് ഡയറക്റ്റ് മെറ്റീരിയലും അതേസമയം ത്രെഡും അതേപോലെ ബട്ടൺസ് ഒക്കെ പറയുന്നത് എന്താണ് ഇൻഡയറക്റ്റ് മെറ്റീരിയലാണ്. ഡയറക്റ്റ് മെറ്റീരിയൽ പറയുന്നത് കോസ്റ്റും ലാർജ് ആയിരിക്കും, ഹ്യൂജ് കോസ്റ്റ് ആയിരിക്കും, ഈസിലി നോട്ടീസബിൾ ആയിരിക്കും. അതേസമയം ഇൻഡയറക്റ്റ് മെറ്റീരിയലിന്റെ കോസ്റ്റ് പറയുന്നത് മൈന്യൂട്ട് ആയിരിക്കും, നമുക്ക് നോട്ടീസ് ചെയ്യാനും ബുദ്ധിമുട്ടാണ്, ഈസി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്തതാണ് ഇത് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിപ്പോ ഒരു പ്രൊഡക്റ്റ് കേസിൽ മാത്രമാണ്. ഇതേ സമയം നമ്മൾ ഈ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ദാറ്റ് ഈസ് ഈ ക്ലോത്ത് ഷർട്ട് മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ത്രെഡ് മാത്രമല്ല വേറെയും കുറെ എക്സ്പെൻസസ് ഒക്കെ ആവശ്യമുണ്ട് ഇല്ലേ. ഇൻഡയറക്റ്റ് മെറ്റീരിയൽ സച്ചസ് ഓയിൽ, ഗ്രീസ്, ഇങ്ങനത്തെ ഉള്ള സംഭവങ്ങളൊക്കെ നമുക്ക് എന്ത് വരുന്നുണ്ട് ആവശ്യമുണ്ട്. അപ്പൊ ഇവിടെ കോസ്റ്റ് മെയിൻലി രണ്ടായിട്ടാണ്. ദാറ്റ് ഈസ് കോസ്റ്റിൽ ഫസ്റ്റ് എലമെന്റ് ഓഫ് കോസ്റ്റ് പറയുന്ന മെറ്റീരിയൽ ആണ്. മെറ്റീരിയൽ നമ്മൾ രണ്ടായിട്ട് ഡയറക്റ്റ് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്, ഡയറക്റ്റ് മെറ്റീരിയൽ ആൻഡ് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ. ദെൻ
ഇനി ഒരു പ്രൊഡക്ഷൻ കോസ്റ്റ് സെക്കൻഡ് എലമെന്റ് എന്ന് പറയുന്നത് മേജർ എലമെന്റ് ആണ് ഏത് ലേബർ എന്ന് പറയുന്നത്. ലേബർ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ദാറ്റ് ഈസ് ഈ റോ മെറ്റീരിയൽസിനെ ഫിനിഷ് പ്രൊഡക്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആ പ്രോസസ്സിൽ നമുക്ക് വേണ്ടി വരുന്ന ലേബർ ഫോഴ്സിനെയാണ്, ദാറ്റ് ഈസ് ഹ്യൂമൻ എഫേർട്ടിനെയാണ്. ഹ്യൂമൻ എഫേർട്ടും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ പ്രൊഡക്റ്റ് എന്തായി മാറുള്ളൂ, ഫിനിഷ് പ്രൊഡക്റ്റ് ആയിട്ട് മാറുള്ളൂ. അപ്പൊ ആ ഹ്യൂമൻ എഫേർട്ടിന് നമ്മൾ എന്ത് കൊടുക്കാറുണ്ട്, എമൗണ്ട് എന്തെങ്കിലും പേയ്മെന്റ് കൊടുക്കാറുണ്ട്. ആ ഹ്യൂമൻ എഫേർട്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലേബർ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് റെമ്യൂണറേഷൻ ഗിവൺ ടു ഹ്യൂമൻ എഫേർട്ട്. ഇപ്പൊ ഒരു എംപ്ലോയിക്ക് നമ്മൾ കൊടുക്കുന്ന സാലറിയോ വേജസിനെയോ ആണ് നമ്മൾ എന്ത് പറയുന്നത്, ലേബർ എന്ന് പറയുന്നത്. അപ്പൊ ഒരു പ്രൊഡക്റ്റ് ഫിനിഷ് പ്രൊഡക്റ്റ് ആക്കാവുന്ന പ്രോസസ്സിൽ ഹ്യൂമൻ എഫേർട്ട് ആവശ്യമാണ്. ആ ഹ്യൂമൻ എഫേർട്ടിന് കൊടുക്കുന്ന റെമ്യൂണറേഷനെയാണ്, പേയ്മെന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലേബർ എന്ന് പറയുന്നത്. ഈ ലേബറും നമുക്ക് രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഡയറക്റ്റ് ലേബർ ആൻഡ് ഇൻഡയറക്റ്റ് ലേബർ. ഇനി ഡയറക്റ്റ് ലേബർ ആൻഡ് ഇൻഡയറക്റ്റ് ലേബർ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൊഡക്റ്റ് ഫിനിഷ് പ്രൊഡക്റ്റ് ആവുന്ന പ്രോസസ്സിൽ, മാനുഫാക്ചറിങ് പ്രോസസ്സിൽ, ദാറ്റ് ഈസ് എംപ്ലോയീസിന്റെ എഫേർട്ട് ഈസിലി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിന് ഡയറക്റ്റ് ലേബറും, അതേസമയം ദാറ്റ് ഈസ് ഫിനിഷ്ഡ് പ്രൊഡക്റ്റിൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്തത്, നോട്ടീസബിൾ ചെയ്യാൻ പറ്റാത്ത ഹ്യൂമൻ എഫേർട്സിനെയാണ് ഇൻഡയറക്റ്റ് ലേബർ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ഈ എക്സാമ്പിൾ ഷർട്ടിന്റെ കേസാണ് എടുത്തിരിക്കുന്നത്. ഷർട്ടിന്റെ കേസിൽ മെറ്റീരിയൽസിന് പുറമെ ദാറ്റ് ഈസ് ടൈലറുടെ ആ സ്റ്റിച്ചിങ് എഫേർട്ടും കൂടി വേണം അല്ലെ. ദാറ്റ് ഈസ് ആ ഹ്യൂമൻ എഫേർട്ടും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ആ പ്രൊഡക്റ്റ് എന്തായി, ആ ക്ലോത്ത് എന്തായി മാറുള്ളൂ, ഷർട്ടായിട്ട് മാറുള്ളൂ. അപ്പൊ അതിൽ വന്നിട്ട് ആ ടൈലർ, മെയിൻ ടൈലറുടെ സ്റ്റിച്ചിങ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, നോട്ടീസ് ചെയ്യാൻ പറ്റും അല്ലെ. അപ്പൊ അവിടെ ആ ഹ്യൂമൻ എഫേർട്ട്, ദാറ്റ് ഈസ് മെയിൻ ടൈലറുകൾ കൊടുക്കുന്ന വേജസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡയറക്റ്റ് ലേബർ എന്ന് പറയുന്നത് അല്ലെ. നമ്മളിപ്പോ ചില സമയത്ത് നമ്മൾ ഫ്രണ്ട്സിന്റെ അടുത്ത് പറയാറുണ്ട്, ആ നല്ല സ്റ്റിച്ചിങ്. അപ്പൊ അവിടെ ആ സ്റ്റിച്ചിങ്, ആ ഹ്യൂമൻ എഫേർട്ടിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതിനെയാണ് ഡയറക്റ്റ് ലേബർ എന്ന് പറയുന്നത്. ഇനി ഇൻഡയറക്റ്റ് ലേബർ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആരെങ്കിലും പറയുന്നുണ്ടോ, ദാറ്റ് ഈസ് ഹെമ്മിങ് ചെയ്യുന്നതിന്റെ, ബട്ടൺസ് തുന്നിപ്പിടിപ്പിക്കുന്നതിന്റെ ഹ്യൂമൻ എഫേർട്ട് ഒന്നും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, നോട്ടീസബിൾ ചെയ്യുന്നില്ല. അതിന്റെ കോസ്റ്റ്, മിനിമം കോസ്റ്റ് ഒന്നും, അതിന്റെ കോസ്റ്റ് പറയുന്നത് എന്താണ്, മിനിമം ആയിരിക്കും അല്ലെ. ഇപ്പൊ ഒരു ഷർട്ട് തയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു 200 rupees കൊടുക്കുന്നുണ്ടെങ്കിൽ അതിലെ മേജർ കോസ്റ്റ് എന്ന് പറയുന്നത് മെയിൻ ടൈലറുടെ സ്റ്റിച്ചിങ്ങിനാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, കൂടുതൽ കോസ്റ്റ് ആയിട്ട് വരുന്നത്. അതേസമയം ബട്ടൺസ് പിടിപ്പിക്കാനും അതേപോലെ ഹെമ്മിങ് ചെയ്യാനൊക്കെ വെരി മൈന്യൂട്ട് ഇതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കൊടുക്കുന്നത്, ചാർജസ് കൊടുക്കുന്നത് ഇസിന്റെ. അപ്പൊ അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ആ എഫേർട്ട് നോട്ടീസബിൾ ചെയ്യുന്നില്ല, ഫിനിഷ് പ്രൊഡക്റ്റില് നോട്ടീസബിൾ ചെയ്യുന്നില്ല. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻഡയറക്റ്റ് ലേബർ എന്ന് പറയുന്നത്. അപ്പൊ ഒരു പ്രൊഡക്റ്റില് ഫിനിഷ് പ്രൊഡക്റ്റ് ആവുന്ന പ്രോസസ്സിൽ ഹ്യൂമൻ എഫേർട്ടിനെയാണ്, നമ്മൾ ഹ്യൂമൻ എഫേർട്ടിന് കൊടുക്കുന്ന പേയ്മെന്റിനെയാണ്, റെമ്യൂണറേഷനെയാണ് ലേബർ എന്ന് പറയുന്നത്. ആ ലേബർ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്, ഡയറക്റ്റും ഇൻഡയറക്റ്റും. നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റിൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഡയറക്റ്റ്ലി ആ പ്രൊഡക്ഷനായിട്ട് എൻഗേജ് ആവുന്ന ലേബറിനെയാണ് ഡയറക്റ്റ് ലേബറും. ഇൻഡയറക്റ്റ്ലി ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ഇൻവോൾവ് ആവുന്ന ലേബറിനെയാണ് ഇൻഡയറക്റ്റ് ലേബർ എന്നും പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ പറയുന്നത് എക്സ്പെൻസസ്. എക്സ്പെൻസസ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ദാറ്റ് ഈസ് ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ദാറ്റ് ഈസ് മെറ്റീരിയൽസും ലേബറിനും പുറമെ വേറെ കുറെ എക്സ്പെൻസസ് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ട് അല്ലേ. ദാറ്റ് ഈസ് ഒരു പ്രൊഡക്റ്റ് ഫിനിഷ് പ്രൊഡക്റ്റ് ആവാൻ വേണ്ടിയിട്ട് വേറെയും കുറെ നമുക്ക് എന്ത് വരുന്നുണ്ട്, എക്സ്പെൻസസ് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരുന്നുണ്ട്, ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. ആ എക്സ്പെൻസസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ദാറ്റ് ഈസ് എക്സ്പെൻസസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ എക്സ്പെൻസസ് നമ്മൾ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്, ഡയറക്റ്റ് എക്സ്പെൻസസും ഇൻഡയറക്റ്റ് എക്സ്പെൻസസും. ഒരു പ്രൊഡക്റ്റില് ഡയറക്റ്റ് ആയിട്ട് ചാർജ് ചെയ്യാൻ പറ്റാവുന്ന എക്സ്പെൻസസിനെയാണ് ഡയറക്റ്റ് എക്സ്പെൻസസും. ഒരു പ്രൊഡക്റ്റിൽ ഇൻഡയറക്റ്റ്ലി നമ്മൾ ചാർജ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പം ഒരു പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇപ്പൊ ഷർട്ടിന്റെ കേസിൽ തന്നെ ആയിക്കോളൂ, നമുക്ക് എന്തെങ്കിലും സർട്ടൺ പെർട്ടിക്കുലർ ഡിസൈനിന് വേണ്ടി കൊടുക്കുന്ന എക്സ്പെൻസസ്, അതേപോലെ പേറ്റൻസിന്, അതുപോലെ എന്തെങ്കിലും ഒരു ദാറ്റ് ഈസ് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരുന്ന എക്സ്പെൻസസ്, ഇപ്പം മെഷീനറി പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇങ്ങനെയൊക്കെ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന എക്സ്പെൻസസിനെയാണ്, ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഫേസ് ചെയ്യുന്ന എക്സ്പെൻസസിനെയാണ് ഡയറക്റ്റ് എക്സ്പെൻസസ് എന്ന് പറയുന്നത്. അതേസമയം ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് പറഞ്ഞു കഴിഞ്ഞാൽ
ഫോർ എക്സാമ്പിൾ ഈ ക്ലോത്ത് മാനുഫാക്ചറിങ് ചെയ്യുന്ന കമ്പനിയിൽ തന്നെ നമുക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ ഇൻഷുറൻസ് കൊടുക്കണം, മെഷീനറിക്കുള്ള ഡിപ്രീസിയേഷൻ കൊടുക്കണം, മെഷീനറിക്കുള്ള റിപ്പയർസ് ആൻഡ് മെയിൻ്റെനൻസിന് കൊടുക്കുന്നുണ്ട് കോസ്റ്റ്. സോ അതേസമയം മെഷീനറി മേടിക്കുന്നുണ്ടെങ്കിൽ അതെന്താണ് ഡയറക്റ്റ് എക്സ്പെൻസസ്. ആ മെഷീനറി കീപ്പ് അപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ദാറ്റ് ഈസ് ഡിപ്രീസിയേഷൻ, അതുപോലെ റിപ്പയർസ് ആൻഡ് മെയിൻ്റെനൻസ്, ഇങ്ങനെ വരുന്ന എക്സ്പെൻസസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടി വരുന്ന മെയിൻ 3 എക്സ്പെൻസസ് ആണ് എലമെന്റ് ഓഫ് കോസ്റ്റ് പറയുന്നതാണ്. മെറ്റീരിയൽ, ലേബർ ആൻഡ് എക്സ്പെൻസസ്. ഈ മെറ്റീരിയലിനും 2 ക്ലാസിഫിക്കേഷൻ ഉണ്ട്, ഡയറക്റ്റ് മെറ്റീരിയൽ ആൻഡ് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ. അതേപോലെ ലേബറിനും ഡയറക്റ്റ് ലേബർ ആൻഡ് ഇൻഡയറക്റ്റ് ലേബർ. അതുപോലെ എക്സ്പെൻസസിലും ഡയറക്റ്റ് എക്സ്പെൻസസ് ആൻഡ് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് പറഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, ഈ ഇൻഡയറക്റ്റ് മെറ്റീരിയൽ, അതുപോലെ ഇൻഡയറക്റ്റ് ലേബർ, അതുപോലെ ഇൻഡയറക്റ്റ് എക്സ്പെൻസസിനെ നമ്മൾ ടുഗദർ വി വിൽ സേ ഇറ്റ് ആസ് ഓവർ ഹെഡ് എന്നാണ് പറയുന്നത്. ഓക്കെ, സം ടോട്ടൽ ഓഫ് ഓൾ ഇൻഡയറക്റ്റ് എക്സ്പെൻസസിനെയാണ് ടുഗദർ വി വിൽ സേ ഇറ്റ് ആസ് ഓവർ ഹെഡ്. ദാറ്റ് ഈസ് ഇൻഡയറക്റ്റ് ലേബർ, ഇൻഡയറക്റ്റ് മെറ്റീരിയൽ ആൻഡ് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്. ഓക്കെ, ഇനി ഈ ഇൻഡയറക്റ്റ് എക്സ്പെൻസസിനെല്ലാം വീണ്ടും നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് ഫാക്ടറി ഓവർ ഹെഡ്, ഓഫീസ് ഓവർ ഹെഡ്, സെല്ലിംഗ് ഓവർ ഹെഡ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ് എന്ന് പറയുന്നുണ്ട്. ഇനി ഫാക്ടറിയിൽ വരുന്ന ഇൻഡയറക്റ്റ് എക്സ്പെൻസസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഫാക്ടറി ഓവർ ഹെഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫാക്ടറിക്ക് കൊടുക്കുന്ന റെന്റ്, അതുപോലെ ഫാക്ടറിയിൽ വരുന്ന കോൾ, പെട്രോൾ, ഡീസൽ എന്നൊക്കെ പറഞ്ഞ് വരുന്ന ഇൻഡയറക്റ്റ് എക്സ്പെൻസസിനെയാണ്, ഫാക്ടറി പ്രൊഡക്ഷൻ ഏരിയയിൽ വരുന്ന ഇൻഡയറക്റ്റ് കോസ്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഫാക്ടറി ഓവർ ഹെഡ് എന്ന് പറയുന്നത്. അതേപോലെ ഓഫീസിൽ വരുന്ന ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ സെക്ഷനിൽ വരുന്ന എക്സ്പെൻസസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഓഫീസ് ഓവർ ഹെഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഓഫീസിൽ വരുന്ന ക്ലർക്സിനുള്ള സാലറി, അതുപോലെ ഓഫീസ് റെന്റ്, ഓഫീസിലുള്ള ഫർണിച്ചേഴ്സിനുള്ള ഡിപ്രീസിയേഷൻ, ദാറ്റ് ഈസ് ഈ ഒരു ഓഫീസ് സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫേസ് ചെയ്യുന്ന ഇൻഡയറക്റ്റ് എക്സ്പെൻസസിനെയാണ് ഓഫീസ് ഓവർ ഹെഡ് എന്ന് പറയുന്നത്. അതേപോലെ സെല്ലിംഗ് ഓവർ ഹെഡ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഈ ഒരു ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് സെയിൽസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഫേസ് ചെയ്യുന്ന ഇൻകേർഡ് ആവുന്ന ഇൻഡയറക്റ്റ് എക്സ്പെൻസസിനെയാണ്. ദാറ്റ് ഈസ് പ്രൊമോട്ടിങ്, സെയിൽസിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫേസ് ചെയ്യുന്ന എക്സ്പെൻസസിനെയാണ് സച്ച് ആസ് advertising expenses, salesman salary, free samples, free gifts, അതുപോലെ സെയിൽസ് മാനേജർ സാലറി, ഷോറൂം എക്സ്പെൻസസ് എന്നൊക്കെയാണ് സെല്ലിംഗ് ഓവർ ഹെഡ് എന്ന് നമ്മൾ പറയുന്നത്. അതേപോലെ ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത ഗുഡ്സ് നമ്മളുടെ ഗുഡൗണിൽ മാത്രം വെച്ചുകൊണ്ട് ഇരുന്നാൽ നമുക്ക് സെയിൽസ് കിട്ടുമോ അല്ല. ഈ പ്രൊഡക്റ്റ് നമ്മൾ എവിടെ എത്തിക്കണം, മാർക്കറ്റിലേക്ക് എത്തിക്കണം അല്ലേ. ഈ പ്രൊഡക്റ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. ദാറ്റ് ഈസ് ഫ്രം ദ പ്രൊഡക്ഷൻ ഏരിയ, പ്രൊഡക്ഷൻ സൈറ്റിൽ നിന്ന് അത് എവിടെ എത്തണം, റീറ്റെയിലേഴ്സിന്റെ ഷോറൂമിലേക്ക് എത്തണം, റീറ്റെയിലേഴ്സിന്റെ കയ്യിലേക്ക് എത്തണം അല്ലേ. ആ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ആ ഡിസ്ട്രിബ്യൂഷന് വരുന്ന എക്സ്പെൻസസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫിനിഷ് പ്രൊഡക്റ്റ് സൂക്ഷിക്കാൻ വേണ്ടി വരുന്ന ഗോഡൗൺ റെന്റ്, അതുപോലെ വെയർഹൗസ് റെന്റ്, വെയർഹൗസിന്റെ സ്റ്റാഫിന്റെ സാലറി, അതുപോലെ പാക്കിംഗ് എക്സ്പെൻസസ്, ഡെലിവറി വാൻ എക്സ്പെൻസസ്, കാരേജ് ഔട്ട്വേർഡ്സ്, അതുപോലെ ഇൻഷുറൻസ്, ഇങ്ങനെ വരുന്ന ദാറ്റ് ഈസ് ഡിസ്ട്രിബ്യൂഷൻ ഫ്രം ഫിനിഷ് പ്രൊഡക്ട്സ് ഫ്രം ഫാക്ടറി ടു മാർക്കറ്റിൽ എത്തിക്കാൻ ആ ഡിസ്ട്രിബ്യൂഷൻ പ്രോസസ്സിൽ വരുന്ന എക്സ്പെൻസസിനെയാണ്, ഇൻഡയറക്റ്റ് എക്സ്പെൻസസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, എല്ലാ ഇൻഡയറക്റ്റ് എക്സ്പെൻസസിനെയും ടുഗദർ വി വിൽ സേ ഇറ്റ് ആസ് ഓവർ ഹെഡ് ആണ്. ഈ ഓവർ ഹെഡ് മെയിൻലി നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഫാക്ടറി ഓവർ ഹെഡ്, ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ്, സെല്ലിംഗ് ഓവർ ഹെഡ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ് പറഞ്ഞിട്ട് 4 ക്ലാസിഫിക്കേഷൻസ് ആണ് ഉള്ളത്. ഓക്കെ.